കാരക്കാട് പുളിയക്കാവിലമ്മ തട്ടകത്തമ്മ ഐതിഹ്യം. രചിച്ചിരിക്കുന്നത് R.C. നായർ, എത്തനൂർ. ക്ഷതായത് ത്രായതേ ഇതി ക്ഷേത്രം. അതായത് പല രൂപത്തിലും ഭാവത്തിലും ഭവിക്കുന്ന നാശക്ഷയങ്ങളെ തരണം ചെയ്യുന്നതേതോ അതാണ് ക്ഷേത്രം. പഞ്ചകോശപ്രകാരമാണ് ക്ഷേത്രം. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിവയാണവ. ഈ പ്രാകാരങ്ങളെ മറികടന്നാലേ അതിനുള്ളിലെ തേജോമയമായ വിഗ്രഹത്തെ സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളായ മനുഷ്യ ശരീരത്തിലെ ചെവി, തൊണ്ട, കണ്ണ്, നാവ്, മൂക്ക് എന്നിവയും വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ വാതിലുകൾ ആണ്. ഈ വാതിലുകൾ കടന്നാൽ സിസം, ശ്യാമം, പ്രഭു, ശിരണ്യം, അയം, താമ്രം എന്നിവ കൊണ്ട് നിർമ്മിച്ച വാൽക്കണ്ണാടി ബിംബത്തിൽ ദേവിയെ ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിലെ ഒരു സുന്ദര ഗ്രാമം കാരക്കാട്. നമുക്ക് ഒരു 200 വർഷം പുറകോട്ട് സഞ്ചരിക്കാം. വാമൊഴിയായി വരമൊഴിയായി പകർന്നു കിട്ടിയ വിവരങ്ങൾ എല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയ പുളിയൽ ഭഗവതിയുടെ ഐതിഹ്യം. കാരക്കാട് ദേശത്തെ ഒരു തറവാട്ടിൽ മച്ചിൽ ഭഗവതിയായ ശ്രീ ലോകപരമേശ്വരിയെ ആരാധിച്ചു വന്നവരാണ് ചാത്തുമാമനും കണ്ണമുത്തിയും. തികച്ചും ദേവി ഉപാസകർ. തങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ പോലും ഭക്തി നിറഞ്ഞു നിന്നു. ഇവർക്ക് ദേവിയല്ലാതെ മറ്റൊന്നില്ല. ദേവിയാണ് ശരണം, ദേവി തന്നെ ശരണം എന്ന് വിശ്വസിക്കുന്ന 2 വ്യക്തിത്വങ്ങൾ ചാത്തുമാമനും കണ്ണമുത്തിയും. അങ്ങനെയിരിക്കെ ആ നാട്ടിൽ ഒരു മഹാവ്യാധി പരക്കുകയും ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാവുകയും ചെയ്തു. എങ്ങും രോദനങ്ങളും വിലാപങ്ങളും. എന്തു ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വിഷമിച്ചു. അവർ ഒന്നടങ്കം ചാത്തുമാമൻ്റെയും കണ്ണമുത്തിയുടെയും അടുക്കൽ ചെന്ന് കാര്യങ്ങൾ ധരിപ്പിച്ചു. ഈ അപകടകരമായ പ്രതിസന്ധിയിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. എല്ലാം ശ്രദ്ധയോടെ കേട്ടറിഞ്ഞ ചാത്തുമാമനും കണ്ണമുത്തിയും എല്ലാവരും ദേവീമന്ത്രം ഉരുവിടുക. അവർക്ക് മന്ത്രോപദേശവും കൊടുത്തു. സമാധാനത്തോടെ ജീവിക്കുവാനും അമ്മ താമസിയാതെ ഇതിനൊരു നിവൃത്തി ഉണ്ടാക്കും എന്ന് പറയുകയും ചെയ്തു. ധ്യാനഭരിതരായ ചാത്തുമാമനും കണ്ണമുത്തിയും ഈ മഹാവിപത്തിൽ നിന്നും സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ തങ്ങളുടെ ആരാധ്യ ദേവതയായ ശ്രീ ലോകപരമേശ്വരിയോട് പ്രാർത്ഥിച്ചു. ധ്യാനഭരിതരായ ചാത്തുമാമനും കണ്ണമുത്തിയും
ഈ മഹാവിപത്തിൽ നിന്നും സജ്ജനങ്ങളെ രക്ഷിക്കുവാൻ തങ്ങളുടെ ആരാധ്യ ദേവതയായ ശ്രീ ലോകപരമേശ്വരിയോട് പ്രാർത്ഥിച്ചു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അന്ന് രാത്രിയുടെ 3-ാം യാമത്തിൽ പട്ടുടുത്ത് കയ്യിൽ വാളും കാലിൽ ചിലങ്കിയുമായി ഒരു സ്ത്രീ തട്ടകത്തിലെത്തി. അഴിച്ചിട്ട കേശം, നെറ്റിയിൽ വട്ടപ്പൊട്ട്, സൗമ്യഭാവം. അവർ കാരക്കാട്ടുള്ള പറമ്പടിക്കുളത്തിൽ മുങ്ങി നിവർന്നു. ഈറൻ വസ്ത്രവുമായി അടുത്തു കണ്ട കല്ലിൽ ഉപവിഷ്ടയായി. ധ്യാനത്തിലിരുന്ന കണ്ണമുത്തിക്കും ചാത്തുമാമനും അവരുടെ തറവാട്ടിലുള്ള പുളിമരത്തിന്റെ ഇലയിൽ ദേവി പ്രത്യക്ഷമാവുകയും തന്റെ ആഗമനം അറിയിക്കുകയും ചെയ്തു. ദേവിയുടെ ആഗമനം മനസ്സിലാക്കിയ ചാത്തുമാമനും കണ്ണമുത്തിയും തങ്ങൾ ആരാധിക്കുന്ന ശ്രീ ലോകപരമേശ്വരിയുടെ തിരു അവതാരമാണ് ദേവി എന്ന് മനസ്സിലാക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്തു. വാളും ചിലമ്പും ധരിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തണയുന്നൊരമ്മ, ദുഃഖത്തിൽ പെരുമഴ പെയ്തിടുമ്പോൾ അമ്മേ പ്രണാമം. തൃപ്പാദ പത്മങ്ങളിൽ അടിയന്റെ അനന്ത 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 കോടി പ്രണാമം. ദേവിയുടെ ചൈതന്യം കൊണ്ട് ആ പ്രദേശം തന്നെ പ്രകാശപൂരിതമായി. ദേവിയോടെ എല്ലാ കാര്യങ്ങളും ഉണർത്തിക്കുകയും മക്കളുടെ ഈ ദുരിതത്തിന് അറുതി വരുത്തണമെന്നും ഈ തട്ടകത്തെ കാക്കുവാൻ ഈ തട്ടകത്തിൽ തന്നെ കുടികൊള്ളണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഇരുവരുടെയും ഭക്തിയും സജ്ജനങ്ങളോടുള്ള സ്നേഹവും കണ്ട് ഭഗവതി സന്തോഷപ്പെടുകയും എങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു. ദേവി ദയാമയേ വിജ്ഞാനദായിനി, അമ്മേ മഹാമായേ ആദി പരാശക്തി, ദേവി ദയാമയേ വിജ്ഞാനദായിനി. മാത്രമല്ല ഈ തട്ടകത്തിൽ നടക്കുന്ന ഏതൊരു ഉത്സവവും മൂലസ്ഥാനത്ത്, അതായത് കാടങ്കോടുള്ള കരിങ്കരപ്പുള്ളിയിൽ യഥാവിധി പൂജ ചെയ്യണമെന്നും തറവാട്ടിലെ മച്ചിൽ ഭഗവതിക്കും യഥാവിധി പൂജ ചെയ്യണമെന്നും അരുളി ചെയ്തു. കാലക്രമേണ എൻ്റെ ഉപദൈവങ്ങളായി ചാത്തുമാമനെയും കണ്ണമുത്തിയെയും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമെന്നും ജനങ്ങൾക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് തട്ടകത്തിൽ തന്നെ വിരാജിക്കണം എന്ന് അരുളി ചെയ്യുകയും ചെയ്ത് മറയുകയും ചെയ്തു. മഴലുകൾ അഖിലവും നീക്കണേ, അടിയൊനിൽ അറിവായി നിറയണേ. ചാത്തുമാമനും കണ്ണമുത്തിയും ഈ വിവരം തട്ടകത്തിലെ ജനങ്ങളെ അറിയിക്കുകയും അവരുമായി കൂടിയാലോചിച്ച് കണിയാനെ വരുത്തുകയും ശുഭമുഹൂർത്തത്തിൽ തന്നെ ഭഗവതിയെ കുടിയിരുത്തുവാനുള്ള ക്രമീകരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കിഴക്കോട്ട് അഭിമുഖമായി 2014 മെയ് മാസം 25-ാം തീയതി ഞായറാഴ്ച ഇടവമാസത്തിലെ രേവതി നക്ഷത്രത്തിലാണ് ആദ്യമായി
വാൽക്കണ്ണാടി ബിംബത്തിൽ ദേവിയെ ആവാഹിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ഐഗിരി നന്ദിനി നന്ദിത മേധിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യ ശിരോദിനി വാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനുതേ ഭഗവതി ഹേഷിതി കണ്ഠ. ഭദ്രകാളി സ്വരൂപത്തിൽ സൗമ്യഭാവത്തിലാണ് പ്രതിഷ്ഠ. അലങ്കാര പൂജ തൊഴുതാൽ ആയുരാരോഗ്യങ്ങൾ നേടാ. അലങ്കാര പൂജ തൊഴുതാൽ ആയുരാരോഗ്യങ്ങൾ നേടാ. ഇപ്പോൾ മീനമാസത്തിലെ അനിഴം നക്ഷത്രത്തിലെ ശുഭമുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. ചാത്തുമാമനും കണ്ണമുത്തിക്കും ദേവിയുടെ ആഗമനം പുളിയിലയിൽ പ്രത്യക്ഷമായി കാണിച്ചു കൊടുത്തതിനാൽ ദേവിയെ ശ്രീ പുളിയക്കാവിലമ്മ എന്നും കാലക്രമേണ ശ്രീ പുളിയൽ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുകയും ചെയ്തു. നെയ്പായസം, നെയ്വിളക്ക്, കടുംമധുരം, ചുറ്റുവിളക്ക് എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഉദയം മുതൽ അസ്തമയം വരെയും ഉയരോടെ തിരുരൂപം തൊഴുതാ. ഉദയം മുതൽ അസ്തമയം വരെയും ഉയരോടെ തിരുരൂപം തൊഴുതാ. മാടോമനിയിൽ ശ്രീ വേണു നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി. ആദ്യകാലങ്ങളിൽ ചാത്തുമാമന്റെയും കണ്ണമുത്തിയുടെയും തറവാട്ടംഗങ്ങളാണ് പൂജ ചെയ്തിരുന്നത്. ഇപ്പോൾ എരുമിയൂർ കളരിയിൽ ശ്രീ പ്രഭുസ്വാമിയാണ് പൂജകൾ ചെയ്യുന്നത്. ചാത്തുമാമനും കണ്ണമുത്തിക്കും പുറമെ ബ്രഹ്മരക്ഷസും ഭൈരവനും മുനീശ്വരനും ഉപദൈവങ്ങളായുണ്ട്. വെളുത്ത കണ്ടാകർണൻ, കറുത്ത കണ്ടാകർണൻ, വേട്ടക്കാരൻ എന്നീ ഉപദൈവങ്ങൾ പുറമേയുണ്ട്. ആണ്ടിലൊരിക്കൽ കുംഭമാസത്തിലെ 2-ാം വ്യാഴാഴ്ച മണപ്പുള്ളിക്കാവ് വേലദിവസം ഭക്തർ വേട്ടക്കാരന് പൊങ്കാല സമർപ്പിക്കുന്നുണ്ട്. ധനുമാസം 10-ാം തീയതിക്ക് ശേഷം വരുന്ന 2ാമത്തെ തിങ്കളാഴ്ചയാണ് വേലാഘോഷം. ഇത് നയിക്കുന്നത് ചാത്തുമാമൻ്റെയും കണ്ണമുത്തിയുടെയും തറവാട്ടംഗമായ ഒരു കോമരം ആണ്. അമ്മ എന്നത് ഒരു വെറും വാക്കല്ല, അത് തട്ടകത്തെ ഏവരെയും കാക്കുന്ന വികാരമാണ്. ഉണരും എൻ മനവും അതിൽ നിറയും പരമാനന്ദം. ദേവി 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 ജഗന്മോഹിനി, ദേവി 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 ദുരിതനാശിനി. ഭാഷയും സ്നേഹവും ദേശവും അതിരുകൾ തീർക്കാത്ത സ്നേഹത്തിന്റെ ആത്മീയ അനുഭവം, അതാണ് അമ്മ. ദേശങ്ങൾക്കപ്പുറം, ഭാഷകൾക്കപ്പുറം ഭക്തിയും സ്നേഹവും ഒന്നാകുന്ന നാട് കാരക്കാട്. വിശ്വാസമോടെ ഭജിച്ചാൽ വിഘ്നങ്ങളെല്ലാം ഒഴിയും. വിശ്വാസമോടെ ഭജിച്ചാൽ വിഘ്നങ്ങളെല്ലാം ഒഴിയും. മനമാർന്നു നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തോടിയണയും. മനമാർന്നു നൊന്തു വിളിച്ചാൽ വിളിപ്പുറത്തോടിയണയും. ഉദയം മുതൽ അസ്തമയം വരെയും ഉയരോടെ തിരുരൂപം